അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ശീലം നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നതാണ്. അതായത് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റോടെ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ. അതായത് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല, അറ്റൻഷൻ ഇല്ല, പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു. കാര്യമായിട്ടൊന്നും ചെയ്തില്ല എങ്കിലും ആകെ എപ്പോഴും ഒരു മെന്റൽ ടയർഡ്നെസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ചാണ് അവരുടെ പഠനത്തെ ബാധിക്കും. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയെയും ഒക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ആരും ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് അധികം അവയർനെസ് അല്ല എന്നുള്ളതും ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു ഘടകമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഈ ബ്രെയിൻ റോട്ടിനെ പരമാവധി പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. വായന നമ്മളുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ അച്ചീവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹാബിറ്റ് ആണ് വായന അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്ന ശീലം. പൊതുവിൽ ഇന്ന് മൊബൈലിന്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിച്ചേ മതിയാവൂ. കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങള്, നല്ല നല്ല നോവലുകള്, നല്ല കഥാപുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് ചെറുപ്പം മുതലേ അത് വായിക്കാൻ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പരമാവധി കുറയ്ക്കുന്നത് ഈ ഒരു റീഡിംഗ് എന്നുള്ള ഹാബിറ്റ് വഴി നമുക്ക് നല്ലൊരു ശതമാനവും കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പത്രങ്ങളാവാം അല്ലെങ്കിൽ മാഗസിൻസ്, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ശീലം നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കും. ഗെയിംസ് നമ്മളുടെ ബ്രെയിനിനെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്ന, ബ്രെയിനിന്റെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന തരത്തിലുള്ള ഗെയിമുകൾക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് പസിൽസ് പോലെയുള്ളവ. ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനിനെ കൂടുതൽ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും അങ്ങനെ സ്ലോലി നമുക്ക് ഈ ബ്രെയിൻ റോട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ട് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോഷ്യൽ റിലേഷൻസ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും സമയം മാറ്റി വെക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. കുട്ടികളെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ കളിക്കുവാനും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മളും സമയം മറ്റുള്ളവരോട് സംസാരിക്കാൻ, അവരെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ മാറ്റി വെക്കുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് ഒരുപാട് നല്ല ഒരു റിവാർഡ് തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ മാനസിക ആരോഗ്യത്തെയും അത് നല്ല രീതിയിൽ പ്രയോജനം തരുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. സ്ലീപ്പ് നല്ല ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിനും ഓർമ്മ നിലനിർത്താനും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനും ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരേ സമയം നമ്മൾ ഉറങ്ങാനും ഒരേ സമയത്ത് തന്നെ എല്ലാ ദിവസവും എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് 1 മണിക്കൂർ മുമ്പെങ്കിലും കുറഞ്ഞത് ഫോണിന്റെ ഉപയോഗം നമ്മൾ ഒഴിവാക്കുക. പൂർണ്ണമായിട്ട് ഒഴിവാക്കി പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ജേർണലിംഗ് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഉറക്കത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി ഫുഡ് ഹാബിറ്റ് നമ്മളുടെയൊക്കെ ഇന്നത്തെ ഒരു ശീലം എന്ന് പറയുന്നത് ജങ്ക് ഫുഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. കാരണം അതൊക്കെ കഴിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് ഹാബിറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിന്റെ ആയാലും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് അടങ്ങിയ, ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് ഐറ്റംസ്, അതോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ തേടി പിടിച്ച് അത് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സസൈസസ് ദിവസവും വ്യായാമം ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഫലപ്രദമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദിവസവും നമ്മളൊരു നിശ്ചിത സമയം നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെയിലി നമ്മളുടെ ലൈഫിൽ ഈ പറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിനിനും അതോടൊപ്പം നമ്മുടെ ബോഡിയുടെയും മൈൻഡിന്റെയും ഒക്കെ ആരോഗ്യത്തിനും അത് ഒരുപാട് ഗുണം ചെയ്യും.